ബഡ്ജറ്റിൽ വ്യത്യസ്തമായി കേട്ട ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞായിരുന്നു. ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ശബരിമല, ഗുരുവായൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, പിന്നെ ചക്കുളത്തുകാവ് ക്ഷേത്രം, പിന്നെ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, ഇങ്ങനെ അതുപോലെ തന്നെ വൈക്കത്തപ്പൻ്റെ ക്ഷേത്രം, ഏറ്റുമാനൂരിലെ ക്ഷേത്രം, അമ്പലപ്പുഴ കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രം, ഇങ്ങനെ വളരെ കൊട്ടിയൂർ അമ്പലം, തളി രാജരാജേശ്വരി ക്ഷേത്രം, ഇങ്ങനെ ഒരു 10-20 അമ്പലങ്ങൾ, വളരെ പ്രമുഖമായ അമ്പലങ്ങളുണ്ട്. ധാരാളം ആളുകൾ ടൂറിസ്റ്റുകളെ പോലെ വരുന്ന, സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ പോലെ ജനങ്ങൾ വന്നു മറിയുന്ന അമ്പലങ്ങളുണ്ട്. പിന്നെ ഇടത്തരം അമ്പലങ്ങൾ, സാധാരണ പോറ്റി മാത്രം, പോറ്റിയുടെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരിൽ ചെറിയ കുറച്ചാളുകൾ വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. മേജർ, മൈനർ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ പ്രമുഖമായ ക്ഷേത്രങ്ങളെല്ലാം തിരുപ്പതി മോഡലിലുള്ള ക്ഷേത്രങ്ങളാക്കാനുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത്. അതിന് ജനങ്ങളിൽ നിന്ന് പണം പിരിക്കും. കൃത്യമായി ജനങ്ങൾ പണം നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങളെ പണമുണ്ട്, അവർ നൽകുക തന്നെ ചെയ്യും. അവരിൽ നിന്ന് പണം വാങ്ങാനുള്ള പ്രോജക്റ്റുകൾ കൃത്യമായി ഉണ്ടാവും എന്നുള്ളതാണ് വി.ഡി. സതീശൻ പറയുന്ന പ്രോജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ക്ഷേത്രങ്ങളുടെ ഭരണം. അപ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഭരണം സർക്കാർ ക്ഷേത്ര സമിതിയുടെ രൂപത്തിലേക്ക് മാറ്റാം. ട്രസ്റ്റ് മോഡലിൽ മാറ്റാനും സാധ്യതയുണ്ട്. നാട്ടിൽ എല്ലാവരും കള്ളന്മാരൊന്നുമല്ല. റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാരുണ്ട്, പോലീസുമാരുണ്ട്, വക്കീലന്മാരുണ്ട്, വലിയ ഉന്നത പദവികളിലിരുന്ന് വിരമിച്ചവരുണ്ട്, അനുഭവ സമ്പത്തുള്ളവരുണ്ട്, സ്ത്രീകൾ. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് 2 വർഷങ്ങളിൽ അവിടെ വനിതയായിരുന്നു അതിൻ്റെ അവിടെ ഉപദേശ സമിതിയുടെ പ്രസിഡന്റ്. റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് എഞ്ചിനീയറൊക്കെ ആയിരുന്നു, ഒരു വനിതയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വനിതകളുണ്ട്, പുരുഷന്മാരുണ്ട്, നല്ല ഒരു പൈസ പോലും കക്കാത്ത, അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരുപാട് ഭക്തരുണ്ട്. അവരെയും കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി എല്ലാ അമ്പലങ്ങളിലും നടത്താൻ പറ്റുമോ എന്നുള്ളതും തിരുപ്പതി മോഡലിൽ ഉള്ള പരിപാടിക്ക് ആലോചിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയും ഇതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ക്ഷേത്രങ്ങളെ തിരുപ്പതി മോഡലാക്കാനുള്ള പണം നൽകാൻ ആളുകളുണ്ട്. അവരിൽ നിന്ന്, ഭക്തന്മാരിൽ നിന്ന് പണം വാങ്ങി തിരുപ്പതി മോഡലിൽ ആക്കും എന്ന് ഒരു കൃത്യമായ ഇടപാടാണ് പറയുന്നത്. അതിനനുസരിച്ച് ഓരോ മേഖലയെയും കൃത്യമായ മേഖലകളാക്കി മാറ്റി എടുക്കും എന്നുള്ളതാണ്. പിന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ചില കാര്യങ്ങളിൽ പ്ലാനിംഗ് ബോർഡിൻ്റെ തിങ്ക് ടാങ്ക് ആക്കും എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ പ്രതിപക്ഷ നേതാവിന് എന്തൊക്കെയോ സങ്കടമുണ്ട്. ഒരു സങ്കടവും പെടണ്ട. നിങ്ങൾ 10 വർഷം ഭരിച്ചു, എങ്ങനെയാണ് കേരളമെന്ന് കണ്ടു. ഇനി 5 വർഷമോ 10 വർഷമോ UDF ഭരിക്കട്ടെ. അപ്പോൾ ജനങ്ങൾ എന്തിനു തീരുമാനിക്കും ആര് വേണമെന്ന്. അപ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പ് പരിപാടികളായിട്ട് വരണ്ട. നിങ്ങൾ നവകേരളം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരുപാട് കുത്തിത്തിരിപ്പ് ആശയങ്ങളാണ് കൊണ്ടുവന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മനോഹരമായ ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റുകളെല്ലാം നടക്കട്ടെ. സിനിമാ വ്യവസായം വളരെ കൃത്യമായി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. 100 കോടി രൂപയാണ് സിനിമാ വ്യവസായത്തിന് വച്ചിരിക്കുന്നത്. അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും ധാരാളം സീരിയലുകൾ എടുക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ വീടുകളിലൊക്കെ വെച്ചൊക്കെയാണ് എടുക്കുന്നത്, ഹോട്ടലുകളൊക്കെ വെച്ചിട്ടാണ്. അതൊക്കെ മാറി സീരിയലുകൾ എടുക്കാനും സിനിമ എടുക്കാനുമുള്ള അവസരം ഫിലിം സിറ്റിയിൽ, ചിത്രനഗരത്തിൽ കൊടുത്താൽ വലിയ വരുമാനമായിരിക്കും സർക്കാരിനുണ്ടാകുന്നത്. അത്തരത്തിൽ ഒരുപാട് വരുമാനം കൂടി ഉണ്ടാക്കുന്ന പരിപാടികൾ തീർച്ചയായിട്ടും. മലയാളിയുടെ കയ്യിൽ പണമുണ്ട്, അതെങ്ങനെയാണ് ഗവൺമെൻറ് വാങ്ങുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അത് ചുമ്മാ സംഭാവനയായി ചോദിച്ചാൽ ആരും കൊടുക്കത്തില്ല. അതിന് അവസരങ്ങൾ, എക്കണോമിക് ആക്ടിവിറ്റികൾ തുടങ്ങിക്കൊണ്ടല്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള പരിപാടിയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ഭംഗിയായി നടക്കട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളെയും അതുപോലെ വരുമാനമുള്ള പ്രദേശങ്ങളാക്കി മാറ്റാനും, സ്ഥലങ്ങളാക്കി മാറ്റാനും, അതിൻ്റെ വികസനത്തിന് വേണ്ടി പണം മുടക്കാനും, ഇപ്പോൾ തിരുപ്പതി മോഡലിലുള്ള ക്ഷേത്ര സമുച്ചയങ്ങളും ക്ഷേത്രത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനും, അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനും, അവിടെ പൂജകളൊക്കെ കൃത്യമായി നടത്താനും, ജനങ്ങൾക്കാവശ്യമായ അന്നദാനവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കോടിക്കണക്കിന് രൂപ തരാൻ ജനങ്ങൾ തയ്യാറാണ്, ഭക്തർ തയ്യാറാണ്. അതിനൊരു പാറ്റേൺ ഉണ്ടാവുക, ഒരു പരിപാടി ഉണ്ടാവുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളെയും, അതായത് ക്ഷേത്രങ്ങളെ
വലുതും ചെറുതുമായിട്ട് വേർതിരിച്ചിട്ടുണ്ടല്ലോ, മേജർ ആൻഡ് മൈനർ. മേജർ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് പരീക്ഷിക്കാവുന്നതാണ്. അവിടെ ഉണ്ടാകുന്ന തുക വരുമാനം മൈനർ ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത് അതിനെയും മീഡിയമാക്കി മേജറാക്കിയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ മേഖലയിൽ, ആത്മീയതയുടെ മേഖലയിലും വലിയ ഒരു മുന്നേറ്റം ഈ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അത് സ്വയം പര്യാപ്തമായ ക്ഷേത്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. വരുമാനവും വർദ്ധിക്കണം, പ്രേരം പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കുന്ന പുതിയ രീതിയിൽ തിരുപ്പതി മോഡൽ ക്ഷേത്രങ്ങൾ കേരളത്തിൽ വരാനുള്ള ചിന്തകളും ഗവൺമെൻറ് നോക്കുന്നു എന്നുള്ളതും മനോഹരമായ ഒരു കാഴ്ചയാണ്.